Hello, my dears. Good morning. Today I'm going to discuss a new chapter, that is skewness. Here in this video, I'm discussing the part of skewness, and this chapter contains skewness and kurtosis. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്തായിരുന്നു പഠിച്ചിരുന്നത്? നമ്മൾ സെൻട്രൽ ടെൻഡൻസീസ് പഠിച്ചു. അതേമാതിരി തന്നെ നമ്മളൊരു എന്താണ് ഡിസ്പേർഷൻസ് പഠിച്ചു. അതേമാതിരി നമ്മൾ അതിൻ്റെ മൊമെൻറ്റ്സും പഠിച്ചു അല്ലേ? സെൻട്രൽ ടെൻഡൻസീസ് എന്തെങ്കിലും നമ്മൾ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ സെൻട്രൽ വാല്യൂസ് അറിയാൻ, അതേമാതിരി ഡിസ്പേർഷൻ എത്രത്തോളം ഓരോ വാല്യൂസും മീനിൽ നിന്ന് എത്രത്തോളം ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ പഠിച്ചത്. ഇതിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ സ്ക്യൂനസ് ആൻഡ് കർട്ടോസിസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷേപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് സ്ക്യൂനസും കർട്ടോസിസും പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്യൂനസ് മെയിനായിട്ട് നോക്കുന്നത് ഈ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ സിമ്മട്രിക് ആണോ അല്ലെങ്കിൽ അസിമെട്രിക് ആണോ. ഓക്കെ, കർട്ടോസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ പീക്കഡ്നെസ് ആണ് നോക്കുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ സ്ക്യൂനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മെഷേഴ്സ് ഓഫ് അസിമെട്രിക് ആണ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സ്ക്യൂനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷേഴ്സ് ഓഫ് അസിമെട്രിക് ആണ്. ഓക്കെ, പിന്നെ സ്ക്യൂനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലാക്ക് ഓഫ് സിമെട്രിക് ആണ്. ഇറ്റ് ഈസ് എ ലാക്ക് ഓഫ് സിമെട്രി. എന്താണ് സ്ക്യൂനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലാക്ക് ഓഫ് സിമെട്രി അല്ലെങ്കിൽ ഡിപ്പാർച്ചർ ഫ്രം സിമെട്രിക് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സിമെട്രിക്കൽ ഗ്രാഫ് എങ്ങനെയായിരിക്കും? നമ്മൾ സിമെട്രിക്കൽ ഗ്രാഫ് ഒരു ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കും അല്ലേ? നമ്മൾ സെൻട്രൽ വാല്യൂയിൽ നിന്ന് മീനിൽ നിന്ന് ഈക്വൽ ആയിരിക്കും. ഈ ഒരു പാർട്ട് ഈസ് ഈക്വൽ ടു ദിസ് പാർട്ട് എന്നാണ്. അപ്പോൾ നമ്മളുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഒരു ബെൽ ഷേപ്ഡ് കർവ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്ക്യൂനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമെട്രിക് അല്ല അല്ലേ? ഇറ്റ് ഈസ് എ ലാക്ക് ഓഫ് സിമെട്രിക് ആണ്. അപ്പോൾ എങ്ങനെ ആയിരിക്കും നമ്മളെ കർവ് എന്ന് താഴെ നമുക്ക് കാണിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ സ്ക്യൂനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലാക്ക് ഓഫ് സിമെട്രി or departure from symmetry. ഇനി ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സിംപ്സൺ ആൻഡ് കാഫ്ക, skewness or asymmetric is the attribute of a frequency distribution that extends farther on one side ഓഫ് ദ ക്ലാസ് വിത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി ദാൻ ദ അതർ. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ, അതായത് ഏതെങ്കിലും ഒരു സൈഡത്തെ ക്ലാസ്സിൽ അവിടുത്തെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മാക്സിമം ആയിരിക്കും മറ്റേതിനേക്കാളും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടുതലാണെങ്കിൽ മറ്റേ സൈഡിൽ എന്തായിരിക്കും? കുറവായിരിക്കും. അതാണ് അക്കോർഡിംഗ് ടു സിംപ്സൺ ആൻഡ് കാഫ്ക സ്ക്യൂനസ് എന്നുള്ള ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഒരു ഗ്രാഫും ഒക്കെ വരക്കുന്ന സമയത്ത് സിമെട്രിക്കൽ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അതിൻ്റെ മീനും അല്ലേ, മീനും മീഡിയനും മോഡും ഒക്കെ ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് ബാർ ഈക്വൽ ടു എം ഈക്വൽ ടു സെഡ് ആയിരിക്കും. അതാണ് ഒരു സിമെട്രിക്കൽ ഗ്രാഫ് ഉണ്ടാവുക. അപ്പോൾ ദ മെഷേഴ്സ് ഓഫ് സ്ക്യൂനസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ ഫാക്ട് ദാറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഈസ് പെർഫെക്റ്റ്ലി സിമെട്രിക്, ദാറ്റ് മീൻസ് ദ മീൻ, മീഡിയൻ ആൻഡ് മോഡ് കോയിൻസൈഡ്. ഇൻ സ്ക്യൂ ഡിസ്ട്രിബ്യൂഷൻ ദീസ് മെഷേഴ്സ്മെൻറ്റ് ടെൻ ടു ഡിഫർ ഫ്രം ഈച്ച് അതർ. അപ്പോൾ നമ്മൾ ഒരു സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ എന്തായിരിക്കും? ഈ മെഷേഴ്സ് ഈക്വൽ ആയിരിക്കുമോ? അല്ല, ഒന്നിൽ നിന്ന് ഏതെങ്കിലും ഒരു എന്താ പറയുക, ചിലപ്പോൾ മീനായിരിക്കും മറ്റേ രണ്ട് മെഷേഴ്സിനേക്കാളും കൂടുതൽ, ചിലപ്പോൾ മോഡായിരിക്കും, ചിലപ്പോൾ മീഡിയൻ ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ കേസിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാക്ക് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മീനും മോഡും അതേമാതിരി മീഡിയനും ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ സ്ക്യൂനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലാക്ക് ഓഫ് സിമെട്രിക് ആണ്. പിന്നെ അതേമാതിരി തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് പറയുന്നതെന്ന് വെച്ചാൽ in a skew distribution these measurements tend to differ from each other, and the larger the skewness in a series the larger difference between these measures of central tendency. ഇപ്പോൾ നമ്മൾ ഈ സ്ക്യൂനെസ് നമ്മൾ കൂടുതലാണെങ്കിൽ ഇതിൻ്റെ, അതായത് മീനും മോഡും മീൻ, മീഡിയൻ ആൻഡ് മോഡിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, നമ്മളെ മീനും മീഡിയനും മോഡും എന്താണ്? വളരെ അധികം ഡീവിയേറ്റഡ് ആയിരിക്കും, അതായത് ഈക്വൽ ആയിരിക്കില്ല. എപ്പോഴാണ് നമ്മൾ സ്ക്യൂനസിൻ്റെ സ്ക്യൂ ഡിസ്ട്രിബ്യൂഷന് കുറയാണെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ, മീഡിയൻ ഓർ മോഡ് പ്രൊവൈഡ്സ് ആൻ ഈസി വേ ടു എക്സാമിൻ ദ നേച്ചർ ആസ് വെൽ ആസ് ദ ഡിഗ്രി ഓഫ് അസിമെട്രിക് ഇൻ എ സീരീസ്. അപ്പോൾ നമ്മൾക്ക് മീനിൻ്റെയും മീഡിയൻ അല്ലെങ്കിൽ മോഡിൻ്റെയും നമുക്ക് എന്താണ് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് വേഗം എക്സാമിൻ ചെയ്യാൻ പറ്റും. എന്ത്? നമ്മളെ അസിമെട്രിക് എക്സാമിൻ ചെയ്യാൻ പറ്റും.
അതേമാതിരി ഇൻ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇഫ് മോർ വാല്യൂസ് ആർ ഗ്രേറ്റർ ദാൻ ദ മോഡ് ദ ഫ്രീക്വൻസി കർവ് ഹാസ് ലോങ്ങർ ടൈൽ ടു ദ റൈറ്റ് than to the left as seen in figure. Then the distribution is said to be positively skewed or to have positive skewness. അപ്പോൾ നമുക്ക് സ്ക്യൂനെസ് തന്നെ നമുക്ക് രണ്ട് തരമുണ്ട് അല്ലേ. ഒന്ന് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഉണ്ടാവും, ഒന്ന് നെഗറ്റീവ്ലി സ്ക്യൂഡ് ഉണ്ടാവും. പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? അവിടെ മീൻ ആയിരിക്കും ഏറ്റവും വലുത്. ഏതിനേക്കാളും മോഡും മീഡിയനേക്കാളും മീനായിരിക്കും ഏറ്റവും വലുത്. അതേമാതിരി തന്നെ അതിൻ്റെ ടെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡ്സിനേക്കാളൊക്കെ ചെറുതായിരിക്കും. അവിടെ അതിൻ്റെ ടെയിൽ ഭാഗം ലോങ്ങർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണോ, ഇതാണ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. ഈ ടെയിൽ ഭാഗം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൂടുതലായിരിക്കും. അപ്പോൾ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ ഈ ടെയിൽ ഈ സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഈ ടെയിലിൻ്റെ ഭാഗം കൂടുതലായിരിക്കും. അപ്പം പോസിറ്റീവ്ലി സ്ക്യൂഡിൽ ഏറ്റവും വലുത് ഏതാ വരുന്നത്? മീനാണ്. അതിനേക്കാൾ തൊട്ടടുത്ത് മീഡിയൻ, അതിൻ്റെ ചെറുതാണ് നമ്മളുടെ മോഡ് എന്ന് വരുന്നത്. ഇനി നമ്മളുടെ നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറഞ്ഞാൽ ഇഫ് മോർ വാല്യൂസ് ആർ ലെസ് ദാൻ മോഡ് അല്ലേ, കൂടുതൽ വാല്യൂസ് ഏതിനേക്കാളും ചെറുതാണ്? മോഡിനേക്കാളും ചെറുതാണ്. ദെൻ ദ ഫ്രീക്വൻസി കർവ് ഹാസ് എ ലോങ്ങർ ടെയിൽ ടു ദ ലെഫ്റ്റ് ദാൻ ടു ദ റൈറ്റ്. ഓക്കെ, ഈ ഫിഗറിൽ കാണുന്ന മാതിരിയാണ് നമ്മൾ നെഗറ്റീവ്ലി സ്ക്യൂഡിൽ എന്താ പ്രത്യേകത? അവിടെ എന്തായിരിക്കും? മോഡായിരിക്കും കൂടുതൽ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കുള്ള ടൈലും കൂടുതലായിരിക്കും. ഓക്കെ, ഇങ്ങനെ രണ്ട് ടൈപ്പ് സ്ക്യൂനെസ് ആണ് പഠിച്ചത്. അപ്പോൾ സിമ്മട്രിക്കൽ കർവ്, ഈ 3 കർവ് നോക്കിയാൽ തന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും. നമ്മളിന്ന് പഠിച്ചത് എന്താണ്? സ്ക്യൂനെസ് ആണ്. സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് സിമ്മട്രിക് ആണ്. അപ്പോൾ സിമ്മട്രിക്കൽ കർവ് എന്തായിരിക്കും? ഇങ്ങനെ ഒരു ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കും. അതിൻ്റെ മീൻ ഈക്വൽ ടു മോഡ് ഈക്വൽ ടു അതിൻ്റെ മീഡിയൻ ആയിരിക്കും. രണ്ട് സൈഡ്സിലും ഈക്വൽ ആയിരിക്കും. ഇനി രണ്ട് ടൈപ്പ് സ്ക്യൂനെസ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഉണ്ട്, ഒന്ന് നെഗറ്റീവ്ലി സ്ക്യൂഡ്. പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ടൈൽ ഭാഗം ലോങ്ങർ ആയിരിക്കും. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ വാല്യൂസ് എവിടെ ഉണ്ടാവുക? ഏറ്റവും കൂടുതൽ എക്സ് ബാർ ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. എക്സ് ബാർ. ഓക്കെ, എക്സ് ബാർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് മീൻ ആൻഡ് മോഡാണ് വരുന്നത്. ദെൻ ഇവിടെ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ടൈലാണ് ലോങ് ആവുക. അവിടെ സെഡ് മോഡാണ് ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുക. ഓക്കെ, മോഡിനേക്കാളും ചെറുതായിരിക്കും മീനും മോഡും. അപ്പോൾ കണ്ടോ, ഇഫ് മോർ വാല്യൂസ് ആർ ലെസ് ദാൻ മോഡ്, മോഡിനേക്കാളും ഏറ്റവും കുറവുള്ള വാല്യൂസ് ആണെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്ക്യൂനെസ്സിൻ്റെ ഇത്. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ സ്ക്യൂനെസ് മെഷർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ പഠിച്ചു. അതേമാതിരി തന്നെ നമ്മൾ അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് നോക്കുന്നുണ്ട്. എ ഡിസ്ട്രിബ്യൂഷൻ ഫോർ വിച്ച് മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ്, എന്താണ് ആ ഡിസ്ട്രിബ്യൂഷൻ? എന്തായിരിക്കും? ഇറ്റ് ഈസ് എ സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ. അപ്പം ഫോർ എ അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? ഫോർ എ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ മീൻ AM is greater than median is greater than mode. അങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ എന്താ പറയുന്നത്? ഈ ഫിഗറിൽ നോക്കുക. എന്താണ്? ഏതിലാണ് ഇവിടെ മീൻ ഗ്രേറ്റർ ദാൻ, മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് അല്ലേ. പോസിറ്റീവ്ലി സ്ക്യൂഡിലാണ് മീൻ ഏറ്റവും വലുത്. മീൻ ഈസ് ഗ്രേറ്റർ ദാൻ, മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് മോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. ഇനി നെഗറ്റീവ്ലി സ്ക്യൂഡിൽ എന്താ സംഭവിക്കുന്നത്? മീൻ ഈസ് ലെസ് ദാൻ, മീഡിയൻ ഈസ് ലെസ് ദാൻ മോഡ്. ഇങ്ങനത്തെ തന്നെയാണ് നമ്മൾ എന്താ പറയുന്നത്? നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ തന്നെ നിങ്ങൾ ഈ ഗ്രാഫ് തന്നെ നിങ്ങൾ മൈൻഡിൽ കയറ്റിയാൽ നിങ്ങൾക്ക് എന്താണ് സിമ്മട്രിക് എന്നറിയും, എന്താണ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനും നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സിൽ ഫസ്റ്റ് പറഞ്ഞ എന്താണ്? ഒരു സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്ത് മീനും ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡായിരിക്കും. ആൻഡ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മീൻ ഈസ് ഗ്രേറ്റർ ദാൻ, മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ മോഡായിരിക്കും. നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് AM ഈസ് ലെസ് ദാൻ, മീഡിയൻ ഈസ് ലെസ് ദാൻ മോഡായിരിക്കും. ഇനി നമുക്ക് സ്ക്യൂനെസ് എന്തിലൊക്കെ മെഷർ ചെയ്യാം? ബൈ അബ്സല്യൂട്ട് ടേംസ്, ബൈ ടേക്കിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ്.
അല്ലേ? അബ്സല്യൂട്ട് ടേംസിൽ നമ്മൾ സ്ക്യൂനെസ് മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മീനും മീഡിയനും മോഡും തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ അബ്സല്യൂട്ട് മെഷേഴ്സിൽ സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യുക. Therefore the absolute measures of skewness is given എന്താ വരുന്നത് സ്ക്യൂനെസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് അല്ലേ? അപ്പോൾ നമ്മൾ എംപിരിക്കൽ റിലേഷനിൽ നമ്മൾ മീൻ മൈനസ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സ്ക്യൂനെസ് മീനും മീഡിയനും വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല. സ്ക്യൂനെസ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ അല്ലെങ്കിൽ മീൻ മൈനസ് മോഡ്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് അടുത്ത പേജിൽ നമ്മൾ നോക്കുന്നത് ഇഫ് ദ അബ്സല്യൂട്ട് മെഷേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ terms to some measures of spread the resultant measures to a relative measures of skewness. There are relative measures of skewness. The two most common used measures of Calpearson coefficient skewness and Bowley's coefficient of skewness. അപ്പോൾ നമ്മൾ അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് നമ്മൾ എന്താ ചെയ്തത് മീൻ്റെയും മോഡിൻ്റെ അല്ലെങ്കിൽ മീനിൻ്റെയും മീഡിയൻ്റെയും ഡിഫറൻസ് കണ്ടിട്ട് നമ്മൾ നോക്കിയത്. അപ്പോൾ റിലേറ്റീവ് മെഷേഴ്സിൽ ഇനി നമ്മൾ നോക്കുന്ന റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ 3 എണ്ണം ഉണ്ട്. ഒന്ന് കാൽപിയേഴ്സൺ കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്, 2 ബൗളീസ് കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്, ദെൻ അടുത്തത് കെല്ലീസ് കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മൊമെൻറ്റ് കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. ഇതിലൊക്കെയാണ് നമ്മൾ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് കാണാൻ പോകുന്നത്. അപ്പോൾ കാൽപിയേഴ്സൺ കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ ആൻഡ് മോഡ്. മീനിൻ്റെയും മോഡിൻ്റെയും ഡിഫറൻസ് കണ്ടിട്ട് എന്നിട്ട് നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് നമ്മളുടെ കാൽപിയേഴ്സൺ കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. എന്താണ് കാൽപിയേഴ്സൺ കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ കാൽപിയേഴ്സൺ അല്ലെ KP and measures of skewness SKP that is equal to mean minus mode divided by SD അല്ലേ? നമ്മളിത് സിമ്പിളിലാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എക്സ് ബാർ മൈനസ് Z ഡിവൈഡഡ് ബൈ സിഗ്മ. ഓക്കെ, theoretically this value has no limit, but in practice value given by this formula usually lies between -1 and 1. അപ്പോൾ ഈ കാൽപിയേഴ്സൺ കോയിഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിൻ്റെ വാല്യൂ ലൈ ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് 1 ആണ്. ഓക്കെ, വെൻ Calpearson measures of skewness, Calpearson coefficient of skewness is 0. അതായത് SKP 0 ആവുന്ന സമയത്ത് എന്താണ് the distribution will be symmetrical. ഓക്കെ, SKP 0 ആവുന്ന സമയത്ത് ആ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് സിമ്മെട്രിക് ആണ്. ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി പോസിറ്റീവ്ലി സ്ക്യൂഡ് എപ്പോഴാണ് SKP പോസിറ്റീവ് ആവുന്ന സമയത്ത്. SKP നെഗറ്റീവ് ആവുന്ന സമയത്ത് എന്താണ് ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നെഗറ്റീവ്ലി സ്ക്യൂഡ്. ഓക്കെ, നെഗറ്റീവ്ലി സ്ക്യൂഡ്. ദിസ് plus or minus sign will indicate the nature of skewness and numerical value will give extent to the skewness. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താ മനസ്സിലാവുന്നത് നെഗറ്റീവ് ടേംസ് വന്നാൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണ് വന്നിരിക്കുന്നത് അല്ലേ? നെഗറ്റീവ് ടേം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് വരും. പോസിറ്റീവ് ടേംസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് വരും. ആൻഡ് SKP 0 ആവുന്ന സമയത്ത് എന്തായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ സിമ്മെട്രിക് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ മീനും മോഡും അല്ലേ ദ എബോവ് ഫോർമുല കനോട്ട് ബി യൂസ്ഡ് വെൻ മോഡ് ഈസ് ഡിഫൈൻ അല്ലേ? മോഡ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിനെ നമ്മൾ എംപിരിക്കൽ റിലേഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മളെ ഫോർമുല എന്താ കിട്ടുക SKP ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മോഡ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ മീൻ മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ SD ദാറ്റ് ഈസ് ഈക്വൽ ടു 3x ബാർ മൈനസ് M ഡിവൈഡഡ് ബൈ സിഗ്മ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ കാൽപിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ് പഠിച്ചത്. അത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു SKP കാൽപിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഫോർമുല പഠിച്ചത് മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സിഗ്മ എന്നാണ് അല്ലേ? SKP ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് പറയും ആ ഡിസ്ട്രിബ്യൂഷൻ സിമ്മെട്രിക് ആണ്. SKP നെഗറ്റീവ് സൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും നെഗറ്റീവ്ലി സ്ക്യൂനെസ് ആണ്. മറ്റേ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ പോസിറ്റീവ് സൈൻ വരണം.
ഇനി നമുക്ക് മീനും മൈനസ് മോഡ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എംപെരിക്കൽ റിലേഷൻ യൂസ് ചെയ്യും. ദാറ്റ് ഈസ് എസ്കേപ്പ് ഈക്വൽ ടു 3 മീൻ മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ എസ് ടി. ഓക്കെ, ദെൻ അടുത്ത ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. ഓക്കെ, ദിസ് മെഷർ ഓഫ് സ്ക്യൂനെസ് based on quartiles. Bowley's coefficient of skewness calculate ചെയ്യുന്നത് it is based upon quartiles ആണ്. Okay, the obtained using the fact that in a symmetrical distribution the first and third quartiles are equidistant from the median. അല്ലേ, ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എന്തായിരിക്കും? ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലും ഇറ്റ് ഡസ് ഇക്വിഡിസ്റ്റൻസ് ഫ്രം സെക്കൻഡ് ക്വാർട്ടൈൽ. മീഡിയത്തിൽ നിന്ന് അല്ലേ, Q2 എന്ന് പറഞ്ഞാൽ മീഡിയൻ ആണ്. അതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ആണ്. എന്തിൽ നിന്ന്? മീഡിയൻ. Q3 അല്ലേ, അതാ പറയുന്നത്. ദാറ്റ് ഈസ് Q3 മൈനസ് എം ഈക്വൽ ടു എം മൈനസ് Q1. അപ്പോൾ നമ്മൾ സോ ആൻ അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് Q3 മൈനസ് എം മൈനസ് Q1 and the corresponding relative measures of skewness or Bowley's coefficient of skewness is given by the formula SKB. അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു? SKP എന്നാണ്. ഇത് ബൗളീസ് അല്ലേ, ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിനെ നമ്മൾ SKB. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? Q3 മൈനസ് എം എന്ന് പറഞ്ഞാൽ മീഡിയൻ അല്ലെങ്കിൽ Q2 മൈനസ് എം മൈനസ് Q1 ഡിവൈഡഡ് ബൈ Q3 മൈനസ് എം പ്ലസ് എം മൈനസ് Q1. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? Q3 പ്ലസ് Q1 മൈനസ് 2m ഡിവൈഡഡ് ബൈ Q3 മൈനസ് Q1. അപ്പോൾ ഇതിൻ്റെ അബ്സല്യൂട്ട് മെഷേഴ്സിന് ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല Q3 പ്ലസ് Q1 മൈനസ് 2m ഡിവൈഡഡ് ബൈ Q3 മൈനസ് Q1 ആണ്. ഓക്കെ, ഇതിൻ്റെ റിലേറ്റീവ് മെഷേഴ്സ് അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബൗളീസിൻ്റേത് എന്തായിരുന്നു പഠിച്ചത്? Q3 മൈനസ് എം മൈനസ് Q1 ആണ്. ഓക്കെ, ദിസ് ഈസ് ദ എന്താണ്? അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്. ഏതിൽ? ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് Q3 മൈനസ് എം മൈനസ് Q1. ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിൻ്റെ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് എന്തായിരുന്നു? അതിനെ ഡിനോട്ട് ചെയ്തിരുന്നത് തന്നെ SKB അല്ലേ. SKB ഈസ് ഈക്വൽ ടു എന്താണ്? Q3 പ്ലസ് Q1 മൈനസ് 2m ഡിവൈഡഡ് ബൈ Q3 മൈനസ് Q1. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് മെഷേഴ്സ് പഠിച്ചു. ഫസ്റ്റ് മെഷേഴ്സ് എന്തായിരുന്നു? കാൽപിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. സെക്കൻഡ് ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് പഠിച്ചു. ഇനി തേർഡ് വൺ ഈസ് കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. Kelly's coefficient of skewness, it is denoted as SKK. Okay, that is equal to P90 plus P10 minus 2m ആണ്. 2m divided by P10 minus. ഓക്കെ, ടെക്സ്റ്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ P10 എന്നല്ല, P90 മൈനസ് P10. എന്താണ് ഇക്വേഷൻ? P90 പ്ലസ് P10 മൈനസ് 2m ഡിവൈഡഡ് ബൈ P90 മൈനസ് P10. അത് നോട്ട് ചെയ്യണം കേട്ടോ. അവിടെ ഈ ഒരു ഭാഗത്ത് P90 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ വരിക? P90 പ്ലസ് P10 മൈനസ് 2m ഡിവൈഡഡ് ബൈ P90 മൈനസ് P10. എന്താ ഈ P10 ഒക്കെ അറിയില്ലേ? പെർസെൻറ്റൈൽസ് അല്ലേ? 19th percentiles, then 10th percentiles minus 2m median. This is the Kelly's coefficient of skewness. And very important measure of skewness is that of moment coefficient of skewness. നിങ്ങൾ അങ്ങോട്ട് ഇനി പഠിക്കാൻ പോകുന്നത് ഈ ഒരു മെഷറാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പം β1 ആണ് നമ്മൾ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്? സ്ക്യൂനെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ്? മൊമെൻറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്, മൊമെൻറ്റ്സ് ബേസ്ഡ് ചെയ്തിട്ടുള്ള സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് β1. β1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ μ3 സ്ക്വയർ ഡിവൈഡഡ് ബൈ μ2 ക്യൂബ്. തേർഡ് സെൻട്രൽ മൊമെൻറ്റിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് സെൻട്രൽ മൊമെൻറ്റിൻ്റെ ക്യൂബ്. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്?
മൊമെൻ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. നിങ്ങളെ ഹയർ സ്റ്റഡീസിനൊക്കെ ഇത് ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം പിന്നെ അതേമാതിരി തന്നെ നമ്മളെ ഗാമ വൺ അല്ലേ, ഗാമ വൺ പറഞ്ഞാൽ ഡസ് റൂട്ട് ഓഫ് ബീറ്റ വൺ ആണ്. അപ്പോൾ ഈൻ്റെ റൂട്ട് ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, μ3 ഡിവൈഡഡ് ബൈ സിഗ്മ ക്യൂബ്. ഇനി നമ്മൾ നോക്കുന്നത് ഇത് എപ്പോഴാണ് പോസിറ്റീവ്ലി സ്ക്യൂഡ് സിമെട്രിക് ഒക്കെ ആവുകയാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി പോസിറ്റീവ്ലി സ്ക്യൂഡ് സിമെട്രിക് ആൻഡ് നെഗറ്റീവ്ലി സ്ക്യൂഡ് അക്കോർഡിംഗ് ഈ ഗാമ വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, μ3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ 0 എന്നാണ്. ഓക്കെ, അപ്പം ബീറ്റ വൺ അതായത് ഗാമ വൺ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഗാമ വൺ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ സിമ്മട്രിക് എന്ന് പറയും. ഗാമ വൺ ലെസ് ദാൻ 0 ആണെങ്കിൽ അതിനെ നെഗറ്റീവ്ലി സിമ്മട്രിക് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ബീറ്റ വൺ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ബീറ്റ വൺ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ ഇതും കൂടെ നോട്ട് ചെയ്യണേ. ബീറ്റ വൺ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ്. ബീറ്റ വൺ ലെസ് ദാൻ 0 ആണെങ്കിൽ അത് നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ്. ആൻഡ് ബീറ്റ വൺ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് പഠിക്കാനുള്ളത്. ഇനി അടുത്ത കൊടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻസ് ഡിസ്പേർഷൻ ആൻഡ് സ്ക്യൂനെസ് ആണ് അല്ലേ. ഡിസ്പേർഷനും സ്ക്യൂനെസ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഷോസ് ദ സ്പ്രെഡ് ഓഫ് ഐറ്റം അബൌട്ട് ദ സെൻട്രൽ വാല്യൂസ് അല്ലേ. സെൻട്രൽ വാല്യൂസിൽ നിന്ന് ഓരോ വാല്യൂസ് എത്ര സ്പ്രെഡ് ആയിട്ടുണ്ട്. പിന്നെ സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം സിമ്മട്രിയിൽ നിന്നുള്ള ഡിപ്പാർച്ചർ ആയിട്ടുണ്ട് എന്നാണ്. പിന്നെ സെക്കൻഡ് പോയിന്റ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു സ്റ്റഡി ദ വേരിയബിലിറ്റി ഇൻ ഡാറ്റ. എന്താണ്, നമ്മൾ ഡാറ്റയിലുള്ള വേരിയബിലിറ്റി പഠിക്കാനാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു സ്റ്റഡി ദ കോൺസെൻട്രേഷൻ ഇൻ ലോവർ ആൻഡ് ഹയർ വാല്യൂബിൾസ്. ഈ ചെറിയ വാല്യൂസിൽ എത്രത്തോളം വന്നിട്ടുണ്ട്, വലിയ വാല്യൂസിൽ എത്രത്തോളം വന്നു. പീക്കഡ്നെസ്സിൻ്റെ അത് നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. ഏറ്റവും കുറഞ്ഞത് ഏതിൽ വന്നു, ഏറ്റവും കൂടുതൽ എവിടെ വന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്യൂനെസ് പഠിക്കുന്നത്. ഓക്കെ, തേർഡ് പോയിന്റ് ഇറ്റ് ജഡ്ജ് ദ ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദ സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസിൻ്റെ വാല്യൂന്ന് എത്രത്തോളം വേരിയബിലിറ്റി ഉണ്ടെന്നാണല്ലോ നമ്മൾ ഡിസ്പേർഷൻ പഠിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്, അതിൻ്റെ ട്രൂത്ത്ഫുൾനെസ് ആണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇവിടെ സ്ക്യൂനെസ്സിൽ പറഞ്ഞ ഇറ്റ് ജഡ്ജ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസിയിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്ക്യൂനെസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ആവറേജ് ഓഫ് ഡീവിയേഷൻ, ഇറ്റ് ഇസ് നോട്ട് ആൻ ആവറേജ്. ഈ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ആവറേജ് ആണ്. സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് അല്ല. ഇറ്റ് ഷോസ് ദ ഡിഗ്രി ഓഫ് വേരിയബിലിറ്റീൻ്റെ ഡിഗ്രി കാണിക്കുന്നതാണ്. ഇറ്റ് ഷോസ് ദ ഡിഗ്രി ആസ് വെൽ ആസ് ദ ഡയറക്ഷൻ ഓഫ് ദ വേരിയബിലിറ്റി അല്ലേ. എന്താണ് പറഞ്ഞത്, അവിടുത്തെ ഡിഗ്രി കാണിക്കുന്നുണ്ട്, അതുമാതിരി തന്നെ അതിൻ്റെ ഡിറക്ഷനും വേരിയബിലിറ്റിൻ്റെ ഡിറക്ഷനും കാണിക്കുന്നുണ്ട്. ഇത്രയും ആണ് ഡിസ്പേർഷനും സ്ക്യൂനെസ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് സിമ്മട്രിക് എന്താണെന്ന് പഠിച്ചു അല്ലേ. സിമ്മട്രിക് എന്താണ്, സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദാറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതേമാതിരി സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് സിമെട്രിക് ആണ്. ലാക്ക് ഓഫ് സിമെട്രിക് മെഷർ ചെയ്യാനാണ് നമ്മൾ സ്ക്യൂനെസ് പഠിക്കുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ രണ്ട് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻസ് പഠിച്ചു. ഒന്ന് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആൻഡ് ഒന്ന് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. നെഗറ്റീവ്ലി സ്ക്യൂഡിൽ എന്തായിരിക്കും, നെഗറ്റീവ്ലി സ്ക്യൂഡിൽ എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ടൈല് ലോങ് ആയിരിക്കും. ആൻഡ് പോസിറ്റീവ്ലി സ്ക്യൂഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ടൈല് കൂടുതലായിരിക്കും. അതിൽ പോസിറ്റീവ്ലി സ്ക്യൂഡിൽ എപ്പോഴും എന്താണ് വലുതുണ്ടാവുക, മീനാണ്. മീൻ ഈസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് മോഡ് എന്നാണ് പറയുന്നത്. ദെൻ നെഗറ്റീവ്ലി സ്ക്യൂഡിൽ എം ഈസ് ലെസ് ദാൻ മീഡിയൻ ഈസ് ലെസ് ദാൻ മോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സ്ക്യൂനെസ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കുറേ മെഷേഴ്സാണ്, റിലേറ്റീവ് മെഷേഴ്സും അബ്സല്യൂട്ട് മെഷേഴ്സാണ്. അതിൽ അബ്സല്യൂട്ട് മെഷേഴ്സിൽ നമ്മൾ മീൻ മൈനസ് മോഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മീൻ മൈനസ് മോഡാണ്. എംപിരിക്കൽ റിലേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും, 3 മീൻ മൈനസ് മീഡിയൻ. ഇനി റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്സിലാണ് നമ്മൾ എന്തെല്ലാം പഠിച്ചത്, കാൽപിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് പഠിച്ചു. അതിൻ്റെ ഫോർമുല
മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സിഗ്മ എന്നാണ് അല്ലേ. പിന്നെ അതിൻ്റെ മീൻ മൈനസ് മോഡ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ എംപിരിക്കൽ ഫോർമുല വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിൽ പറയുന്നത് എന്താണ്, സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ സമയത്ത് Q3 മൈനസ് Q2 പറഞ്ഞാൽ എന്താണ്, എം ആണ് അല്ലേ, മീഡിയൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, Q2 മൈനസ് Q1 ആണ് അല്ലേ. നമ്മൾ തേർഡ് രണ്ട് ഇതിൽ വരയ്ക്കുന്ന സമയത്ത് Q2 എവിടെ വരും, ഇവിടെ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ആൻഡ് Q1 ഇവിടെ വരും, ആൻഡ് Q3 ഇവിടെ വരും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് അപ്പോൾ അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്സിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ Q3 മൈനസ് എം മൈനസ് Q1 എന്നാണ്. ഇനി അതിൻ്റെ റിലേറ്റീവ് മെഷേഴ്സിൽ ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ത് ചെയ്യുന്നു നോക്കുക. അതായത് നമ്മൾ എന്താണ് ഡിനോട്ട് ചെയ്തിരുന്നത്, SKB അല്ലേ. SKB എന്ന് പറഞ്ഞാൽ Q3 പ്ലസ് Q1 മൈനസ് 2m ഡിവൈഡഡ് ബൈ Q3 മൈനസ് Q1 എന്നാണ്. നെക്സ്റ്റ് കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഈസ് ബേസ്ഡ് ഓൺ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഡിനോട്ട്, Kelly's coefficient of skewness that is equal to P90 plus P10 minus 2m divided by P90 minus P10. ഇത് മറക്കരുത് മാറ്റാൻ. പിന്നെ അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്സിൽ മൊമെൻറ്റ്, ബീറ്റ് ഈസ് ബേസ്ഡ് ഓൺ മൊമെൻറ്റ്സ്, ദാറ്റ് ഈസ് β1 അല്ലേ. β1 ഈക്വൽ ടു 0 ആണ് ഈ സമയത്ത് ഇറ്റ് ഈസ് സിമെട്രിക്. ഇത് നോട്ടിൽ എഴുതണം കേട്ടോ. β1 ലെസ് ദാൻ 0 ആണ് ഇറ്റ് ഈസ് നെഗറ്റീവ്ലി സ്ക്യൂഡ്. β1 ഗ്രേറ്റർ ദാൻ 0 ആണ് ഇറ്റ് ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. ഇത്രത്തോളമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിലെടുത്തത്. അപ്പോൾ എല്ലാവരും നോട്ട് എഴുതുക, നന്നായി പഠിക്കുക കേട്ടോ. നോട്ട് കറക്റ്റ് സമയത്ത് അപ്ലോഡ് ചെയ്യാം, മിസ് ലിങ്ക് അയക്കും.